ഉയിരിലലിയാൻ രചനാ സംഭാഷണം രുദ്രപ്രിയ. കൺമണിയെയും കൂട്ടി തിരികെ റൂമിലേക്ക് വരുമ്പോൾ ഇരുവരുടെയും കണ്ണ് നിറഞ്ഞിരുന്നു. പക്ഷേ കാശിയുടെ മനസ്സിന് വല്ലാത്ത സമാധാനം തോന്നി. ഉറക്കമില്ലാതെ അഞ്ജലി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അപ്പോഴാണ് കാശിയോട് ചേർന്ന് നടന്നു വരുന്ന കൺമണിയെ കാണുന്നത്. ഇത്രയും ഇവകളിൽ അകപ്പെടാൻ എന്ത് മേന്മയാണ് കാശി കണ്ടത്. എത്ര നാൾ ഞാൻ അവൻ്റെ പിന്നാലെ നടന്നു എൻ്റെ ഇഷ്ടം പറഞ്ഞ്. പക്ഷെ അന്നൊന്നും എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല, കണ്ടതായി പോലും ഭാവിച്ചില്ല. അങ്ങനെയുള്ള കാശി വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിക്കുമ്പോൾ ആ പെൺകുട്ടിയെ ഇത്രയും സ്നേഹിക്കാൻ കഴിയുമോ? എല്ലാം കണ്ടിട്ട് തല പൊട്ടുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കാശിയെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിലേക്ക് പോകണം. അവിടെ എത്ര ദിവസം വൈകിപ്പിക്കാമോ കാര്യങ്ങൾ അത്രയും ദിവസം വൈകിപ്പിക്കണം. പെട്ടെന്നൊന്നും നാട്ടിലേക്ക് തിരിച്ചു വരരുത് കാശി. അങ്ങനെ ഓരോരോ കണക്കുകൂട്ടലിലൂടെ അഞ്ജലി കടന്നുപോയി. ആഹാ, നിങ്ങളിതുവരെ ഉറങ്ങിയില്ലേ? രണ്ടുപേരും കൂടി അകത്തേക്ക് വരുന്നത് കണ്ട് വിശ്വം ചോദിച്ചു. ഇല്ലടാ, കുറച്ചു നേരം പുറത്തിരുന്നു. കാശി, എനിക്ക് നിന്നോടല്പം സംസാരിക്കാനുണ്ട്. കൺമണി കാശിയെ നോക്കി. അവൾ അകത്തേക്ക് പോയി. എന്താടാ, എനിത്തിങ് സീരിയസ്? ഹേയ്, നത്തിങ്. കൺമണി ആളൊരു പാവമാണല്ലേ? കൺമണി പോയ വഴിയെ നോക്കി വിശ്വം കാശിയോട് ചോദിച്ചു. ഒരു പാവം. ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെയും ആൾക്കാരുണ്ടോയെന്ന് തോന്നും. പിന്നെ അഞ്ജലി നമ്മുടെ സുഹൃത്താണ്. ബിസിനസ്സിൽ ഇനിയിപ്പോൾ നമ്മുടെ ബിസിനസ് പാർട്ട്ണറുമാകാൻ പോകുന്നു. പക്ഷേ അവളെ അത്ര പെട്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കേണ്ട. നിനക്കറിയാവുന്ന കാര്യമാണ്. അഞ്ജലി കുറേ നാളായി നിന്റെ പുറകെയാണ്. തനിക്ക് കിട്ടാത്തത് മറ്റൊരാൾ സുഖിക്കുന്നു എന്ന് അനുഭവിക്കുമ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത കാര്യവുമാണ്. അതുകൊണ്ട് അഞ്ജലിയെ നീ ഒട്ടും കുറച്ച് കാണരുത്. ഇവിടെ വന്നപ്പോൾ മുതലുള്ള അവളുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട്. വിശ്വം കാര്യമായി തന്നെ പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് വിശ്വം. അവിടുത്തെ കാര്യങ്ങൾ സെറ്റാക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. എന്തായാലും നമുക്ക് പുതുതായി ചെറിയ രീതിയിൽ തുടങ്ങാമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്പം വൈകിയാലും നമ്മുടെ കമ്പനിക്ക് നല്ലൊരു ഇമേജ് ഉണ്ടാകും. വീണ്ടും കുറച്ചു നേരം കൂടി ആ സംഭാഷണം നീണ്ടുപോയി. എന്നാൽ ഉറക്കം മുഷിയേണ്ട, വെളുപ്പിനെ പുറപ്പെടാനുള്ളതല്ലേ, നീ പോയി കിടന്നു. കാശി റൂമിൽ ചെല്ലുമ്പോൾ കൺമണി ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്താ കണ്ണ, എന്താ ഉറങ്ങാത്തത്? എനിക്ക് ഉറക്കം വരുന്നില്ല കാശിയേട്ടാ. കാശിയേട്ടൻ കിടന്നു, യാത്ര പോകേണ്ടതല്ലേ? ഞാൻ നാളെ അച്ഛൻ്റെ കൂടെ അമ്മയെ കാണാൻ പോട്ടെ കാശിയേട്ടാ. മനസ്സിന് സങ്കടം. അമ്മയ്ക്ക് എന്തോ വയ്യായികയുണ്ടെന്ന് ഫോൺ കൂടി കൊടുത്തേച്ച് വരാം. അപ്പോൾ പിന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാമല്ലോ. പൊക്കോട്ടെ കാശിയേട്ടാ. പൊയ്ക്കോ. പറ്റുമെങ്കിൽ അമ്മയെ കൂടെ കൂട്ടി വാ. അവിടെ തനിയെ നിർത്തണ്ട. അമ്മ വരില്ല. കൺമണി ചുണ്ട് ചുളുക്കി. അറിയാം, അമ്മണിയില്ലാതെ അമ്മ വരില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഉടനെ അമ്മണിയെ ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ പിന്നാലെ അമ്മയിങ്ങി വന്നോളും പറഞ്ഞുകൊണ്ട് കൺമണിയെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. ഞാൻ നാളെ പോയാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ വരൂ. അതുവരെ ഓർക്കാനായിട്ട് ഞാനൊരു സമ്മാനം തന്നാൽ എല്ലാവരോടും പറഞ്ഞു നടക്കുവോ? ഇല്ല. എന്ത് സമ്മാനം കാശിയേട്ടാ? അത് തരാനുള്ളതാണ്, തന്നോട്ടെ. എന്നോട് പിണങ്ങുമോ കണ്ണാ അത് തന്നു കഴിഞ്ഞാൽ? ഇല്ല, സത്യം സത്യം. കാശിയുടെ കയ്യിൽ കൺമണി കൈ ചേർത്ത് വെച്ചു. എനിക്ക് കണ്ണനെ എത്ര ഇഷ്ടമായിട്ടാ തരുന്നതെന്നറിയാവോ? കാശി കൺമണിയുടെ മുഖം പിടിച്ചുയർത്തി ചുണ്ടിൽ ചുണ്ടു ചേർത്ത് പതുക്കെ നുണഞ്ഞു. കീഴ്ചുണ്ടും മേഴ്ചുണ്ടും മാറി മാറി സാവധാനം നുണഞ്ഞെടുത്തു. കൺമണി കാശിയുടെ ഇരു കൈയിലും പിടുത്തമിട്ടു. അവളുടെ നഖം ചെറിയ രീതിയിൽ അവൻ്റെ കയ്യിൽ അഴ്ത്തി. പിന്നെ കാശിയെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ മുടിയിൽ അവളുടെ കൈ കൊരുത്തു. കാശി അവളുടെ നാഴിവിനെ ചുഴറ്റിയെടുത്തു. കൺമണി ഏങ്ങിപ്പോയി. അവൾ കാശിയുടെ ചുണ്ടിനെ തിരികെ ചുംബിക്കാൻ തുടങ്ങി. ഇരുവരും ആവേശത്തിൽ പരസ്പരം ചുംബിച്ചു. നാവും ചുണ്ടും കെട്ടുപിണഞ്ഞു. ഒടുവിൽ ശ്വാസം നിന്നു പോകുമെന്ന് തോന്നിയപ്പോൾ കൺമണി കാശിയെ തള്ളി മാറ്റി. അപ്പോഴും അവളുടെ ചുണ്ട് പാതി വിടർന്നിരുന്നു. കാശി അവളുടെ വിടർന്ന ദളങ്ങളെ ഒന്നുകൂടി അമർത്തി മുത്തി അവൻ്റെ തള്ളവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിൽ തുടച്ചു കൊടുത്തു. കാശി കൺമണിയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു. കാശിയേട്ടാ, രാധ പറഞ്ഞിരുന്നു എന്നോട് കല്യാണം കഴിക്കുന്നത് നല്ല സുഖമാണെന്ന്. ആണോ കാശിയേട്ടാ? സുഖമാണോ എന്ന് ചോദിച്ചാൽ പൊതുവേയുള്ള അഭിപ്രായം സുഖമാണെന്നാണ്. നമുക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ സുഖമൊക്കെ വന്നു തുടങ്ങും. കാശി മീശ വിരിച്ച് ചിരി ഒളിപ്പിച്ച് പറഞ്ഞു. കാശി അവളെ ബെഡിൽ ചായച്ച് കിടത്തി അവളുടെ നെറ്റിയിലും കവിളിലും കഴുത്തിലും ചുണ്ടു ചേർത്തു. നാവുകൊണ്ടൊഴിഞ്ഞു. കൺമണി അപ്പോഴെല്ലാം ഞെളിവിരി കൊണ്ടു അവനെ കൂടുതൽ തന്നിലേക്ക് ചേർന്നു. ബെഡിൽ നിന്നും കൈകുത്തി എഴുന്നേറ്റ് മുഖമാകെ ചുവന്നു തൊടുത്തു. ശരീരമാകെ കൂർത്തു. കാശി അവളെ തന്നെ നോക്കിയിരുന്നു. കൺമണിയുടെ കണ്ണുകളിൽ അവനോടുള്ള പ്രണയത്തോടൊപ്പം നാണം ഇടം പിടിച്ചു. കൺമണി മുഖം പൊത്തിച്ചു
കാശിയുടെ നെഞ്ചിൽ മുഖം മുളിപ്പിച്ചു. എനിക്ക് നാണം വരുവാ. ആഹാ, ഇപ്പോൾ ഇതാ നന്നായേ. കാശി കൺമണിയുടെ കാതോരം എന്തോ പറഞ്ഞതും കൺമണി ബെഡിൽ കമിഴ്ന്ന് കിടന്നു. കാശി അവളുടെ അടുത്തായി കിടന്ന് അവളെ നെഞ്ചിൽ കയറ്റി കിടത്തി. പോ കാശിയേട്ടാ. ആ, ഇതാ ഇപ്പോൾ നന്നായേ. ഞാനാണോ ടവലും ഉടുത്ത് നടന്നത്? അത് ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് കൺമണി നിഷ്കളങ്കമായി അവനോട് ചോദിച്ചു. അതോ, കണ്ണന് സങ്കടമാകണ്ടെന്ന് കരുതി. ഇപ്പോൾ നമ്മൾ കൂട്ടല്ലേ? ഞാനല്ലേ, എൻ്റെ അല്ലേ? കാശി കാതോരം പറയുമ്പോൾ ആ കുഞ്ഞു പരിഭവവും അവളെ വിട്ടകന്നു. ഇതാണ് രാധ പറഞ്ഞ ആ സുഖം. ഇനിയുമുണ്ട്, പക്ഷേ അതൊന്നും എൻ്റെ കുഞ്ഞിപ്പോൾ താങ്ങില്ല. അതിന് ഇനിയും ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഉറങ്ങാം. പിന്നെ രാധയോട് തൽക്കാലം ഈ സുഖത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട കേട്ടോ. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി നിദ്രയെ തൂകി. ഇത്രയൊക്കെ തലേ ദിവസം കൺമണിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ മുഖവും വലിച്ചു കയറ്റി ഒരേ ഇരിപ്പാണ്. കാശി ബാഗ് പാക്ക് ചെയ്ത് വെച്ചു. ജീൻ മാത്രം ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നു. കണ്ണാ, നമ്മളെല്ലാം പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഈ പിണക്കം? ഞാൻ പോയിട്ട് വേഗം വരില്ലേ? എൻ്റെ കണ്ണിൻ്റെ അടുത്ത് അവളെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. കാശി, എനിക്ക് എന്നാലും സങ്കടം വരുന്നു കാശിയേട്ടാ. ഞാൻ അവിടെ ചെന്നാൽ ഉടനെ വിളിക്കും. പിന്നെ നമുക്ക് സംസാരിക്കാമല്ലോ. കാണണമെന്ന് തോന്നുമ്പോൾ വീഡിയോ കോൾ വിളിക്കാം, പോരെ? എന്നാൽ നല്ല കുട്ടിയായി ചിച്ചേ. ബ്ലാക്ക് ജീനും ചോക്ലേറ്റ് ടീഷർട്ടും ബ്ലൂ ജീനിന്റെ ജാക്കറ്റും സൺഗ്ലാസും എടുത്ത് വാലറ്റും മൊബൈലും എടുത്ത് പോക്കറ്റിൽ വെച്ചു. അലമാരിയുടെ താക്കോലെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു. ഡ്രോയിൽ ക്യാഷ് ഇരിപ്പുണ്ട്. അമ്മയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ എന്താണ് ആവശ്യമെന്നൊക്കെ അറിഞ്ഞു നോക്കി ചെയ്യണം. കാശി കൺമണിയെ എടുത്ത് ഡ്രസ്സിംഗ് ടേബിളിന്റെ മേലെ ഇരുത്തി. അവളുടെ നെറ്റിയിലും കണ്ണിലും കവിളിലും ഉമ്മ വെച്ചു. ചുണ്ടുകൾ ആവശ്യത്തോടെ നുണഞ്ഞു. അവളെ താഴെ ഇറക്കി. കൺമണിയും കാശിയുടെ കവിളിൽ ഉമ്മ വെച്ചു. അവളെയും ചേർത്ത് പിടിച്ച് ബാഗുമായി താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ വിഷുവും മഞ്ചലയും റെഡിയായി നിൽപ്പുണ്ട്. അമ്മയോടും അമ്മയോടും യാത്ര പറഞ്ഞു. അമ്മ കൺമണിയെയും കൂട്ടി അവളുടെ വീട്ടിൽ പോയി അമ്മയെ കാണണം. എന്തോ വയ്യായി ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. പറ്റുമെങ്കിൽ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവരികയും വേണം. അവിടെ ഒറ്റയ്ക്കല്ലേ? അതൊന്നും ഓർത്ത് നീ സങ്കടപ്പെടേണ്ട. എന്താണെന്ന് വെച്ചാൽ വേണ്ടതുപോലെ ഞാൻ കണ്ടു ചെയ്തേക്കാം. നീ പോയിട്ട് വേഗം വന്നാൽ മതി. കണ്ണുകൾ കൊണ്ട് കാശി അവളോട് യാത്ര പറഞ്ഞ് വണ്ടിയിൽ കയറി. ഡ്രൈവിംഗ് സീറ്റിൽ കാശിയും കോ ഡ്രൈവിംഗ് സീറ്റിൽ വിഷുവും. വണ്ടി കണ്ണിൽ നിന്ന് മറയുന്നത് വരെ കൺമണി നോക്കി നിന്നു. പിന്നെ അമ്മയുടെ അടുത്തേക്ക് പോയി. അവൾക്ക് വിഷമമായി നിന്ന് അമ്മയ്ക്കും അമ്മാവനും മനസ്സിലായി. ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? നമുക്ക് രാവിലെ വീട്ടിൽ കൊണ്ടേ കണ്ണേ. വേണം അച്ഛാ. എന്നാൽ പിന്നെ വേഗം പോയി റെഡിയാകൂ. നമുക്ക് നേരത്തെ ഇറങ്ങാം. എന്നിട്ട് അമ്മയെയും കൂട്ടിങ്ങി വരാം. മോൾ അമ്മയെ വിളിക്കണം കേട്ടോ ഇവിടെ വന്ന് നിൽക്കാൻ. അമ്മമ്മ കൺമണിയോട് പറഞ്ഞു. കഴിഞ്ഞ തവണ പോയപ്പോൾ കാശിയേട്ടൻ വിളിച്ചിരുന്നതാ അച്ഛാ. പക്ഷെ അമ്മ വരില്ല. കാശിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം അമ്മയെ ഇവിടെ കൊണ്ടുവരാമെന്ന്. അപ്പോൾ പിന്നാലെ അമ്മ വന്നോളൂ എന്ന്. അത് കേട്ടപ്പോൾ അമ്മാവനും അമ്മയും ചിരിച്ചു. എനിക്കറിയാം രണ്ടാളും കൂടി എന്നെ കളിയാക്കി ചിരിച്ചതാണെന്ന്. അയ്യേ, ആരാ പറഞ്ഞത് മോളെ അച്ഛൻ കളിയാക്കുവോ? ഇല്ല, പിന്നെ ഞാനാണോ എൻ്റെ മോളെ കളിയാക്കുന്നത്? പത്മം ഉറക്കം വീർപ്പിച്ചു. രണ്ടാളുമല്ല, പോരെ? കൺമണി തന്നെ ഉത്തരവും പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ ഏട്ടാ, കൺമണിയെ അവിടെ ആരെങ്കിലും ഒന്ന് അറിയിക്കാൻ. അവൾ അറിഞ്ഞെങ്കിൽ അമ്മയെ കൊണ്ടുപോയേനെ. രാധ രമേശിന്റെ മുഖത്തേക്ക് നോക്കി. ഇവിടുന്ന് പോയി അറിയിക്കാനാണെങ്കിലും ഞാൻ മാത്രമല്ലേ ഉള്ളൂ രാധേ. ഇതിപ്പോൾ എത്ര ദിവസമായി ഈ കിടപ്പ് കിടക്കുന്നു. ഇന്ന് എന്തായാലും കുട്ടനെയും കൂട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അതിനാ പൂതനെ സമ്മതിക്കുമോ ജയശ്രീ? അവളെ പേടിച്ചല്ലേ കുട്ടേട്ടൻ പോലും തിരിഞ്ഞു നോക്കാത്തത്? എന്തൊരു കഷ്ടമാണ്. രാധയെ എഴുന്നേൽപ്പിച്ചിരുത്തി കഞ്ഞിവെള്ളം ഊതി ഊതി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഉമ്മർത്തൊരു വണ്ടിയുടെ ശബ്ദം കേട്ടത്. കാറിൽ നിന്ന് അച്ഛനും കൺമണിയും പുറത്തേക്ക് ഇറങ്ങി. രാധയും രമേശനും വീടിന് പുറത്തേക്ക് വന്നതും കൺമണിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ഞാൻ അപ്പോഴേ അച്ഛനോട് പറയുന്നില്ലേ രാധയുടെ അമ്മയുടെ അടുത്തുണ്ടാകുമെന്ന്? വേഗം വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എനിക്കറിയാം എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ ഇവിടെ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നോക്കുമ്പോൾ കണ്ടു കട്ടിലിൽ അസ്ഥിപഞ്ചരമായി കിടക്കുന്ന അമ്മയെ. കയ്യിലിരുന്ന കവറുകളെല്ലാം നിലത്തേക്ക് വീണു. അയ്യോ അമ്മേ, എന്താ പറ്റിയത്? രാധ കൺമണിയുടെ അടുത്തേക്ക് വന്നു. ഒരാഴ്ചയായി അമ്മ കിടപ്പിലാണ്. വയറുവേദനയാണ് കാരണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വിളിച്ചിട്ട് ഒരു വിധത്തിലും വരില്ല. നിന്നെ വിളിച്ചറിയിക്കാനാണെങ്കിൽ കയ്യിൽ നമ്പരുമില്ല. നിനക്കറിയാലോ, ആകെ രമേശേട്ടന്റെ വരുമാനം മാത്രമേ ഉള്ളൂ. പണിക്ക് പോകാതിരുന്നാൽ പറ്റില്ല. 1-2 തവണ രമേശേട്ടൻ കുട്ടേട്ടനെ പോയി വിളിച്ചായിരുന്നു അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. പക്ഷേ ജയശ്രീ ഒരു വിധത്തിലും അടുക്കുന്നില്ല. എങ്കിൽ ഇത്രയും സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കാൻ ശ്രമിക്കാമായിരുന്നു. ഇതിപ്പോൾ വല്ലതും സംഭവിച്ചു പോയിരുന്നെങ്കിൽ കുട്ടിയോട് എന്ത് സമാധാനം പറയുമായിരുന്നു? ശേഖരൻ അവർ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. അച്ഛാ, എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. കൺമണിയുടെ കരച്ചിലിന്റെ ആക്കം കൂടി വന്നു. അത്രയും വന്ന് പറയാൻ ഇവിടെ ആരും അല്ലാഞ്ഞിട്ടാണ്. ഒന്നും തോന്നരുത്. രമേശൻ ശേഖരന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ശേഖരൻ വന്ന കാറിൽ നിന്നും രാജീവൻ ഇറങ്ങി പുറത്തേക്ക് വന്നു. രാജീവനാണ് കൺമണിയുടെ അമ്മയെ എടുത്ത് കാറിൽ കിടത്തിയത്. കൺമണിയും രാധയും കൂടി അമ്മയുടെ ഒപ്പം പിന്നിൽ കയറി. കാർ നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. കാഷ്വാലിറ്റിയിൽ നിന്നും പരിശോധനകൾക്ക് വേണ്ടി അകത്തേക്ക് കൊണ്ടുപോയി. കൺമണി തളർച്ചയോടെ ബെഞ്ചിലിരുന്നു. ഇങ്ങനെ തളർന്നാലോ മോളെ? അച്ഛനില്ലേ കൂടെ? ധൈര്യമായിട്ടിരിക്കെ, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. കാശിയെ വിളിച്ചറിയിക്കേണ്ടേ? രാജീവൻ അമ്മാവനോട് ചോദിച്ചു. വേണ്ട, കൺമണിയാണ് മറുപടി പറഞ്ഞത്. കാശിയുടെ ഒരു അത്യാവശ്യമായി പോയിരിക്കുന്നതല്ലേ, അച്ഛനുണ്ടല്ലോ, അത് മതി. അകത്തുനിന്ന് നേഴ്സ് പുറത്തേക്ക് വന്നു. അമ്മയുടെ കുറേയധികം ടെസ്റ്റുകൾ എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഓടി നടക്കുന്നത് രാജീവനാണ്. പല ലാബുകളിലായി ബ്ലഡും മറ്റും കൊടുത്തുകൊണ്ട് നടക്കുന്നു. അതിന്റെയൊക്കെ റിസൾട്ട് വാങ്ങാൻ പോകുന്നത് എല്ലാ രാജീവൻ തന്നെ. രാധയും കൺമണിക്കൊപ്പം ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് കാർ വന്നു നിന്നു. കാറിൽ നിന്നും രമേശനും കുട്ടനും ഇറങ്ങി. കുട്ടനെ കണ്ടപ്പോൾ കൺമണിക്ക് കരച്ചിൽ വന്നു. അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ അച്ഛൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. അച്ഛൻ്റെ മുന്നിൽ കുട്ടേട്ടൻ വന്ന് നിൽക്കുന്നത് അറിഞ്ഞിട്ടും കൺമണി മുഖമുയർത്തി നോക്കിയില്ല. അത്രമാത്രം അവൾ തളർന്നു പോയി. കണ്ണേ, കുട്ടൻ്റെ ഒച്ച ഇടറിപ്പോയി. വേണ്ട, കുട്ടേട്ടനെ കാണണ്ട എനിക്ക്. ഇത്രയും മാത്രം ഞങ്ങളെ വെറുത്തുപോയോ? ഒരു തുള്ളി വെള്ളവും ഒരു നേരത്തെ അന്നവും കൊടുക്കാൻ തോന്നിയില്ലേ കുട്ടേട്ട എൻ്റെ അമ്മയ്ക്ക്? പാവമായിരുന്നില്ലേ? ആരെയും ശല്യം ചെയ്യാത്ത പാവം. എന്നിട്ടും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. എന്നെ ഒന്ന് അറിയിച്ചെങ്കിൽ ഞാൻ കൊണ്ടുപോവില്ലായിരുന്നോ? ഇങ്ങനെ കിടക്കേണ്ട അവസ്ഥയിൽ എത്തിക്കില്ലായിരുന്നു. എനിക്ക് വേണം കുട്ടേട്ട എൻ്റെ അമ്മയെ. ഇല്ലച്ചാൽ കൺമണി അനാഥയായി പോവില്ലേ? ആരുമില്ലാത്തോളാവില്ലേ? കുഴഞ്ഞു വീണുപോയി കുട്ടൻ്റെ മാറിലേക്ക്. നിലത്ത് വീഴാതെ അവളെ ചേർത്ത് പിടിച്ചു. കണ്ണേ, ഏട്ടനോട് ക്ഷമിക്കടി. അവളെ എടുത്ത് അടുത്തുള്ള ബെഞ്ചിൽ കിടത്തി കവിളിൽ തട്ടി വിളിച്ചു. എനിക്ക് അമ്മ വേണം കുട്ടേട്ടാ. കണ്ണൻ ആരുമില്ല. അർത്ഥബോധാവസ്ഥയിൽ അവൾ പുലമ്പിക്കൊണ്ടേയിരുന്നു. അന്നെന്തായാലും അവിടുന്ന് പോകാൻ കഴിയില്ലെന്ന് ശേഖരൻ പത്മത്തെ വിളിച്ചറിയിച്ചു. ഏട്ടാ, മോള് അവളെ നോക്കിക്കൊള്ളണേ. പാവം കുട്ടിയാണ്, അവൾ തളർന്നു പോകും. പത്മത്തിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല.
സഹിക്കണില്ല പത്മം. ഈശ്വരൻ എന്തിനാ ഇതൊക്കെ കാണാൻ? എൻ്റെ ഗൗരിമോൾ പോയ സങ്കടം മറന്നു വരുമായിരുന്നു. ഇപ്പോൾ അടുത്ത വേദന. ഡോക്ടർമാർ ഒന്നും പറയണില്ല. വയറിനുള്ളിൽ എന്തോ അസുഖമാണ്. ആരോടും പറയാതെ വച്ചോണ്ട് നടന്നു. അതാണിപ്പോൾ. ഇന്നിനി വരവുണ്ടാവില്ല. അവിടെ രാഗിണിയുണ്ടല്ലോ. പോരെങ്കിൽ ഞാൻ രാഘവനെ കൂടി അവിടെ നിർത്താം. ഇവിടെ എൻ്റെ കുട്ടി ഒറ്റയ്ക്ക് ഒന്നും ഉണ്ടാവില്ല. ഏട്ടൻ സമാധാനിക്ക്. അതിനല്ലേ പറ്റൂ. കരച്ചിൽ കാണാൻ വയ്യ പത്മം. വാടി കുഴഞ്ഞുപോയി എൻ്റെ കുട്ടി. രാത്രിയിൽ നാരായണിയുടെ നില വഷളായി. വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരാൾക്ക് കയറി കാണാമെന്ന് ഡോക്ടർ പറഞ്ഞു. എല്ലാവരും കൂടി നിർബന്ധിച്ച് കൺമണിയെ അമ്മയെ കാണാൻ കയറ്റി. അടുത്തേക്ക് ചെന്ന് ബെഡിനോട് ചേർന്ന് നിന്ന് അമ്മയുടെ കയ്യിൽ കൈ ചേർക്കുമ്പോൾ വിറച്ചുപോയി കൺമണി. അമ്മയെ അമ്മയെ. അടഞ്ഞ കൺപോളകൾക്കുള്ളിൽ കൃഷ്ണമണി ഒന്ന് ചലിച്ചു. കൺമണിയുടെ കയ്യിൽ അമ്മയുടെ കുഞ്ഞു വിരൽ തൊട്ടു. 1-2 തവണ അത് ചലിച്ചു. പിന്നെ ആ ശരീരം ഒന്നുയർന്ന് കഴുത്ത് പിന്നിലേക്ക് മലർന്ന് വാ പകുതി തുറന്നു. ആ ശരീരം നിശ്ചലമായി. അമ്മേ അമ്മേ. കൺമണി ബോധം മറിഞ്ഞ് പിന്നിലേക്ക് വീണു. 2 നഴ്സുമാർ അവളെ താങ്ങിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും അമ്മാവനും കുട്ടനും രാജീവനും രമേശനും അവിടേക്ക് വന്നു. കുട്ടൻ കൺമണിയെ താങ്ങിയെടുത്ത് ബെഞ്ചിൽ കിടത്തി. നാരായണിയുടെ കുട്ടൻ മുഖം ഷർട്ടിൽ അമർത്തി തുടച്ചു. കഴിഞ്ഞു. ആംബുലൻസ് റെഡിയാണ്. ബോഡി നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതിനു മുമ്പ് ഡോക്ടറെ കാണാൻ മറക്കണ്ട. അമ്മാവനും രാജീവനും കൂടിയാണ് ഡോക്ടറെ കാണാൻ പോയത്. നാരായണിയുടെ അതേ ഡോക്ടർ. ഇവിടെ എത്തുമ്പോൾ പൾസ് വളരെ വീക്കായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറിയൊരു സംശയം തോന്നിയത് കൊണ്ടാണ് ബയോപ്സി ചെയ്തത്. ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. റിപ്പോർട്ട് വന്നിട്ടില്ല. അതിൻ്റെ ലക്ഷണമെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ബോഡി കൊണ്ടുപോകാം. കൺമണിക്ക് ബോധം വീഴുമ്പോൾ എല്ലാം കരച്ചിലും ബഹളവും തന്നെ. ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോയി വളരെ കഷ്ടപ്പെട്ടാണ് കൺമണിയെ കാറിൽ കയറ്റിയത്. അവരെ വീട്ടിലെത്തിച്ച് കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം രാജീവൻ കുന്നത്തേക്ക് പോയി പത്മത്തെ കൂട്ടാൻ. അതിനിടയിൽ തന്നെ കാശിയെ വിളിച്ചു. എന്താ രാജീവ ഈ നേരത്ത്? നിങ്ങളിപ്പോൾ എവിടെ എത്തി കാശി? ഞങ്ങൾ ബാംഗ്ലൂർ. ഇനി ഒരു 3 മണിക്കൂർ. കാശി, കൺമണിയുടെ അമ്മ. എന്താ അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മ പോയി. 2 മണിക്കൂറായി. ബോഡി വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ കുന്നത്ത് അമ്മയെ കൂട്ടാൻ പോകുന്ന വഴിയാണ്. രാജീവ, എൻ്റെ കണ്ണൻ, നീ വരണം കാശി. അല്ലാതെ ആർക്കും കഴിയില്ല അവളെ സമാധാനിപ്പിക്കാൻ. കാശി ഫോൺ കട്ടാക്കി തല സ്റ്റിയറിങ്ങിൽ താങ്ങിയിരുന്നു. കുറച്ചു നേരം ഉറങ്ങാൻ വേണ്ടി ഒതുക്കിയിട്ടതാണ്. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. വിശ്വവും അപ്പോൾ ഉണർന്നിരുന്നു. എന്താടാ, നീ എന്താ പുറത്തിറങ്ങി നിൽക്കുന്നത്? വിശ്വം, രാജീവ് ഇപ്പോൾ വിളിച്ചിരുന്നു. കൺമണിയുടെ അമ്മ മരിച്ചു. ബോഡി വീട്ടിലെത്തിച്ചു. എനിക്ക് പോകണം. ഈ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ഓരോരോ ദുശകുനമാണ്. ഞാനില്ലടാ. നീയും അഞ്ജലിയും കൂടി തുടങ്ങിക്കോ. ആദ്യത്തെ യാത്ര മാറ്റിവെച്ചു. രണ്ടാമതിപ്പോൾ എൻ്റെ മനസ്സ് ശരിയല്ല. ശരിയാണ് കാശി നീ പറഞ്ഞത്. ചിലപ്പോൾ ഇതൊക്കെ ഒരു നിമിത്തമായിരിക്കും. എന്നെ നീ എയർപോർട്ടിലാക്കിയാൽ മതി വിശ്വം. ഇന്നിന് ഡ്രൈവിംഗ് പറ്റില്ല. അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണെന്ന് നോക്കാൻ ഞാൻ പൊയ്ക്കോളാം. ഡാ, നീ ഒറ്റയ്ക്ക്? ഇല്ല വിശ്വം, ഞാൻ ഓക്കെയാണ്. എൻ്റെ കണ്ണൻ, അവളുടെ കൂടെ ഞാൻ വേണം. നീ കയറ്. പിന്നെ ആ സാധനം ഉറങ്ങട്ടെ. ഇപ്പോൾ ഒന്നും അറിയിക്കേണ്ട. അഞ്ജലിയെ നോക്കിക്കൊണ്ട് വിശ്വം പറഞ്ഞു. വിശ്വമാണ് ഡ്രൈവ് ചെയ്തത്. എയർപോർട്ടിലെത്തിയപ്പോൾ കാശി വിശ്വത്തോട് യാത്ര പറഞ്ഞിറങ്ങി. കാറിലിരിക്കുമ്പോൾ മുഴുവൻ പത്മം കരച്ചിലായിരുന്നു. അവരുടെ സഹായത്തിന് രാഗിണിയും വന്നു. മാത്രമല്ല, ഈ അവസ്ഥയിൽ അവിടെ സഹായത്തിന് ആരെങ്കിലും വേണ്ടേ? കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ എങ്കിലും കൺമണിയെ അവർക്ക് അത്രയും കാര്യമാണ്. വീടെത്തുമ്പോൾ അമ്മയുടെ ശരീരത്തിനടുത്ത് കൺമണിയും കിടപ്പുണ്ട്. അടുത്ത് രാധയും അവളുടെ അമ്മയും. ജയശ്രീയും ഭവാനിയും മാറി നിന്ന് ദുഃഖം അഭിനയിക്കുന്നു. കൺമണി അമ്മയോട് വിശേഷങ്ങൾ എണ്ണി പറയുന്നു. അത് കേൾക്കെ കുട്ടനും അമ്മാമ്മയ്ക്കും കരച്ചിൽ വന്നു. അവരിത്രയും സുഖമില്ലാതെ കിടന്നിട്ടും ഒരു നോക്ക് കാണാൻ വരാൻ കഴിയാത്തതിൽ കുട്ടന് വേദന തോന്നി. അവരുടെ മരണത്തിൽ അറിയാതെയാണെങ്കിലും താനും പങ്കുകാരനാണെന്ന് കുട്ടനറിയാം. 2 മണിക്കൂർ കഴിഞ്ഞേ ഫ്ലൈറ്റ് ഉള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യാതെ നിവർത്തിയില്ല. പിന്നെ രാജീവിനെ വിളിച്ചിട്ടില്ല. കണ്ണിൻ്റെ മുന്നിൽ ആ പാവം പെണ്ണിൻ്റെ മുഖം മാത്രം.